ടീസ്പെറിസാണ് ഇന്നത്തെ അപ്ഡേറ്റ്. മോസ്റ്റ് അവൈറ്റിംഗ് ആയ ഒരു പടം ഏതാ? എമ്പൂരാൻ. പണ്ട് നരസിംഹത്തിൽ മോഹൻലാൽ പറഞ്ഞ പോലെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടെ വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നീണ്ട 6 കൊല്ലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി യാത്ര വന്നെത്തി. പടം എനിക്കത് എടുത്തെടുത്ത് പറയണം. ഞാൻ ഒരു ഫാൻ ബോയാണ്. എന്നാലും എനിക്ക് പടം വേറെ ലെവൽ, ക്ലാസ് പ്ലസ് മാസ്. അതാണ് എമ്പൂരാൻ. അമ്മാതിരി പടം. പിന്നെ ഇതിനകത്ത് ഡയറക്ഷൻ പൃഥ്വിരാജ് പൊളിച്ചടിക്കുന്നുണ്ട്. മേക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് മുരളീബിൾ വേറെ ലെവലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു മൈന്യൂട്ട് ഒരു 0.5 അത്ര ലാഗുള്ളൂ. കാരണം യൂസിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് മോഹൻലാൽ അഴിഞ്ഞാട്ടാണെങ്കിൽ ലാലേട്ടൻ്റെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒരു മൈന്യൂട്ട് ഒരു ലാഗ് പൊട്ടിക്ക് വരും അവിടെ ഇവിടെ. കാരണം മുരളീബിളിൻ്റെ സ്ക്രിപ്റ്റ് പൊളിറ്റിക് സ്പേസ് ആണെങ്കിലും കൂടി ഒരു ആ ട്രാക്കിൽ വന്ന് കയറാൻ ഒരിതുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് എൻ്റെ മോനെ ഇത് റൊമാൻറ്റിഫിക്കേഷൻ കാണുമ്പോൾ ഒരു സാധനമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽസ് പൊടിച്ചടിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനത്തെ വിഷ്വൽസ് ആദ്യം കാണുന്നത്. ഒരു പാൻ ഇന്ത്യൻ പടം, വേറെ ലെവൽ വിഷ്വൽസ്. BGM ആണെങ്കിലും നൈസായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, എനിക്ക് മോഹൻലാൽ പെർഫോമൻസ് ടോപ്പ്. അത് കഴിഞ്ഞ പൃഥ്വിരാജ് പുള്ളിക്കാരൻ ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ വരുന്ന സാധനമൊക്കെ തകർത്ത് ഒരു ഫൈറ്റ് ഉണ്ട്. അത് ലൂസിഫർ കണ്ടാലും പെട്ടെന്ന് കണ്ടാൽ ഫൈറ്റ് എന്താ ഒരു സീക്രട്ട് പൊളി. പിന്നെ ചൊവ്വയാണെങ്കിലും അവരെ കൊള്ളാം. പിന്നെ മഞ്ജുവാർ ഇച്ചിരി ബോൾഡ് കാരണം നല്ല രസമുണ്ട് അഭിനയം നടത്താൻ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആക്ഷനൊക്കെ വേറെ ലെവലാണ്. ഒരു ഐറ്റമൊക്കെ ഉണ്ട് ഇതിൽ, വേറെ ലെവൽ സാധനമൊക്കെ. പിന്നെ വന്ന പോലെ തന്നെ മോഹൻലാൽ പറഞ്ഞൊരു കാര്യം, എന്താ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയുന്നുണ്ട്. ഞാനത് പറയുന്നില്ല, കേട്ട് കാണുമല്ലോ.